അങ്ങനെ ഇന്നത്തെ വ്യത്യസ്തമായ നോമിനേഷൻ കഴിഞ്ഞിരിക്കുകയാണ്. ആദ്യം പോയത് ജാസ്മിനും അഭിഷേക് ശ്രീകുമാറാണ്. രണ്ടുപേരും വിട്ടുകൊടുത്തില്ല. ആയതിനാൽ തന്നെ രണ്ടുപേരും നോമിനേഷനിൽ വരികയും ചെയ്തു. രണ്ടാമത് പോയത് ജിൻഡോയും അർജുനുമായിരുന്നു. രണ്ടുപേരും ഇതുപോലെ വിട്ടുകൊടുക്കാൻ തയ്യാറാകാത്തതിനാൽ രണ്ടുപേരും നോമിനേറ്റഡായി. പിന്നീട് പോയത് അൻസിബയും നോറയുമാണ്. ഇവിടെ നോറ അൻസിബയെ പറ്റിയിട്ട് വാതോരാതി കുറ്റങ്ങൾ പറയുന്നുണ്ടായി, തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ടായി. അൻസിബ നോറയ്ക്കെതിരെ ഒരു വാക്ക് പോലും പറഞ്ഞില്ല. ഞാൻ ഇവിടെ നിൽക്കാൻ ഡിസേർവിംഗ് അല്ല എന്ന് പറഞ്ഞുകൊണ്ട് സ്വയം നോമിനേറ്റ് ചെയ്തു. അതെനിക്ക് വളരെ മോശമായൊരു പ്രവൃത്തിയായി ഫീൽ ചെയ്തു. പിന്നീടുണ്ടായിരുന്ന തകർപ്പൻ പെർഫോമൻസ് അപ്സരയുടേതും ഋഷിയുടേതുമായിരുന്നു. അത് വളരെ എന്റർടൈനിങ് ആയിരുന്നു. അവർക്ക് കുറ്റങ്ങൾ പറഞ്ഞു തീരുന്നുണ്ടായിരുന്നില്ല. സമയം കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ടും അവർ നിർത്താതെ കുറ്റം പറയായിരുന്നു. പിന്നീട് വന്നത് ശ്രീതുവും സിജോയുമായിരുന്നു. സിജോയ്ക്ക് പണ്ടത്തെ പോലെ ശ്രീതുവിനോട് വലിയ സ്നേഹമൊന്നുമില്ല. വിട്ടൊന്നും കൊടുത്തില്ല. രണ്ടുപേരും നോമിനേറ്റഡായി. നന്ദന എന്ന് പറയുന്നത് ക്യാപ്റ്റൻ ആയതുകൊണ്ട് തന്നെ നോമിനേറ്റഡ് ആയില്ല. അതുപോലെ സായ് കൃഷ്ണ ഡയമണ്ട് പവർ ഉപയോഗിച്ച് നോമിനേഷനിൽ നിന്ന് രക്ഷപ്പെട്ടു. അങ്ങനെ നോറ, സായ് കൃഷ്ണ, നന്ദന എന്നിവരൊഴികെ ബാക്കി എല്ലാവരും നോമിനേഷനിൽ വന്നു. ഇവിടെ റസ്മിൻ ഓൾറെഡി നോമിനേറ്റഡ് ആണ്, കഴിഞ്ഞ തവണ ഉണ്ടായ ആക്ടിന്റെ പണിഷ്മെന്റ് എന്നുള്ള രീതിയിൽ. അപ്പോൾ നോമിനേഷനിൽ വന്നവരെ കൺസിഡർ ചെയ്യുമ്പോൾ ശരിക്കും ഡേഞ്ചറസ് സോണിലുള്ളത് റസ്മിൻ, അൻസിബ, അഭിഷേക് ശ്രീകുമാർ എന്നിവരാണ്. ഇവരിൽ എന്തായാലും അൻസിബ പോകണം എന്ന് എനിക്ക് പേഴ്സണലി ഒരു ആഗ്രഹമുണ്ട്. ഒട്ടും അവിടെ നിൽക്കാൻ താല്പര്യമില്ലാത്ത ഒരാളെ ഇങ്ങനെ പിടിച്ചു നിർത്തേണ്ട ആവശ്യമില്ലല്ലോ. എത്രയോ പേര് ആഗ്രഹിക്കുന്ന ഒരു പൊസിഷനാണ് അത്. യൂസ് ചെയ്യാൻ പറ്റാത്തവരെ എത്രയും പെട്ടെന്ന് പുറത്തുവിടണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം.